ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചെറുപഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ പിന്നെ നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ സൂര്യകാന്തിൻ്റെ നട്ട്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇങ്ങനെയുള്ള നട്ട്സാണ് എത്തിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഒന്ന് ചൂടാക്കി ഒന്ന് ലേശം ഒന്ന് മൂത്ത് വരുമ്പോൾ ലേശം ഒന്ന് നെയ്യിലിട്ട് വാട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകി ഇതൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായി മൂത്തി വരുന്നുണ്ട്. നമുക്ക് ആവശ്യമായി തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകി വെച്ചത് നമ്മൾ ഫ്രഷായി എടുക്കുന്ന തേങ്ങയാണ് ഇത് ഏറ്റവും നല്ലത്. ചൂടുകാലത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പലഹാരം കൂടിയാണിത്. ഒരു ഡ്രിങ്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തേങ്ങ നല്ലോണം ഒന്ന് നെയ്യിലിട്ട് ഒന്ന് നന്നായി വാട്ടി വന്നിട്ടുണ്ട്. നല്ലോണം വാട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര നമുക്ക് ആവശ്യമുള്ള അത്രയും മധുരത്തിന് അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി തേങ്ങയും പഞ്ചസാരയും ആ നട്ട്സൊക്കെ ഒന്നും കൂടി നന്നായി ഒന്ന് വരണ്ട് വരുമ്പോൾ നമ്മൾ ചെറുതായ പഴങ്ങളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിലിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഴം ഒന്ന് ഉടയണ വരെ അങ്ങോട്ട് കൊണ്ടിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പഴം ഒന്ന് നല്ല തേങ്ങയായിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴങ്ങണം. നന്നായി വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് കൊടുക്കണം. അടി പിടിക്കാനോ കരിയാനോ ഒന്നും പാടില്ല. അപ്പോൾ ധാരാളം പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന നല്ലൊരു പലഹാരം കൂടിയാണിത്. നമ്മളങ്ങനെ വഴറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി ഒരു ഗ്ലാസ് അതിന് നമ്മൾ പഴം എത്രയുണ്ടോ അതിനനുസരിച്ച് ഒരു ഗ്ലാസ് പാൽ ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാലാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി നമ്മൾ മധുരവും തേങ്ങയും ആ നട്ട്സും ഈ പാലും കൂടി ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഇത് അങ്ങനെ കഴിക്കണതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് കഴിച്ചാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. ധാരാളം പഴമുള്ള ഇതാണെങ്കിൽ പഴം വേസ്റ്റ് ചെയ്യാൻ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ലത് ഇഷ്ടമാവുന്നതാണ്. കുട്ടികളൊക്കെ അത് ആവശ്യത്തോടെ കഴിക്കാവുന്നതാണ്.